നിങ്ങൾക്കൊരു എസ് ക്ലാസിൻ്റെ ഓണർഷിപ്പ് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ 2 കോടി രൂപയുടെ മേലെ ചിലവാക്കണം. അതാണ് എസ് ക്ലാസ് ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം. അതായത് എസ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാലോ, പ്രീമിയം, അതായത് അൾട്രാ പ്രീമിയം സെഡാനാണ് എസ് ക്ലാസ് എന്ന് പറയുന്നത്. ഇന്നൊരു കിഡിലൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എസ് ക്ലാസ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതും ലാസ്റ്റ് ഇയർ, അതായത് 2025 ഓൾമോസ്റ്റ് 8 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് എഞ്ചിൻ്റെ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളും ഓവറോൾ ചെയ്തിട്ടുള്ള വണ്ടി. അപ്പോൾ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫെസിലിറ്റീസ് തിക്കി നിറച്ചിട്ടുള്ളൊരു വണ്ടിയാണ് ഈ എസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇതിലെല്ലാ സംഭവവും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നൊരു വണ്ടിയാണ്. സോഫ്റ്റ് ഡോർ ഉൾപ്പെടെ ഹൈഡ്രോളിക് വർക്കിംഗ് ആണ്, എല്ലാ കാര്യങ്ങളും പ്രോപ്പർ വർക്കിംഗ് ആണ്. സൺറൂഫ്, എല്ലാ കാര്യങ്ങളും, അതായത് ബാക്കിലെ ഇലക്ട്രിക്കൽ സീറ്റ്, ഇലക്ട്രിക്കൽ ഹെഡ് റെസ്റ്റ് വരെ കൃത്യമായിട്ട് വരുന്നൊരു വണ്ടിയാണ്. സോ ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ എസ് ക്ലാസ്സിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഈ ഒരു എസ് ക്ലാസ്, മെഴ്സിഡസ് ബെൻസിൻ്റെ എസ് ക്ലാസ് നിങ്ങൾക്ക് മെയ്ബാക്കിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. മെയ്ബാക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വെറും 5 ലക്ഷം രൂപയുടെ താഴെ നിങ്ങൾ മുടക്കിയാൽ മതി. പക്ഷേ മെയ്ബാക്ക്, അതായത് എസ് ക്ലാസ്സിന് തന്നെ ഓൾമോസ്റ്റ് 2 കോടി രൂപയുടെ മേലെ റേറ്റ് വരുന്നുണ്ട്. ഇനി അത് മെയ്ബാക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഏറ്റവും അൾട്രാ ലെവൽ ലക്ഷറിയാണ് മെയ്ബാക്ക് വരണമെന്നുണ്ടെങ്കിൽ 4.5 കോടി രൂപ നിങ്ങൾ ഇറക്കിയാലാണ് നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൊരു മെയ്ബാക്ക് ഇറക്കാൻ പറ്റുക. പക്ഷേ ഈ വണ്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഈ വണ്ടി പർച്ചേസ് ചെയ്യാനും അവിടുന്ന് ഒരു 4-4.5 ലക്ഷം ചിലവാക്കുകയാണെന്നുണ്ടെങ്കിൽ, കോഴിക്കോടാണ് നമ്മൾ അതിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ ഓണറുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യണം. അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം ഇത് അന്വേഷിച്ചിട്ടാണ് പറഞ്ഞത് കോഴിക്കോട് ഒരു ഗ്യാരേജിൽ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മോഡൽ എസ് ക്ലാസ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയ്ബാക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഇതിൻ്റെ ഒരു കിഡിലൻ ലക്ഷറി ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഇൻറ്റീരിയർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എല്ലാ കാര്യങ്ങളും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെ എടുത്തിരിക്കുന്നത്. ഇതിലിപ്പോൾ ബെൻസിൻ്റെ ഇവിടെ കുറച്ച് ഡിസൈൻസ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. സീറ്റ് കണ്ടില്ലേ, ഇതൊരു ഭയങ്കര ലെതർ സീറ്റാണ് വരുന്നത്. ഇൻറ്റീരിയർ എല്ലാം നല്ല നീറ്റായിട്ടൊക്കെ എടുക്കുന്നത്. കുറച്ചൊരു പോളിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത് മാത്രമാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഡോർ പാഡിലാണ് ഏറ്റവും വലിയൊരു ടെക്നോളജി എടുക്കുന്നത്. അതായത് നോർമലി എല്ലാ കാറുകളുടെയും ഇലക്ട്രിക്കൽ സീറ്റ് നമുക്ക് സീറ്റിൻ്റെ ഈ സൈഡിലാണ് വരിക. പക്ഷേ ബെൻസിനെ സംബന്ധിച്ചിടത്തോളം ബെൻസിൻ്റെ എല്ലാ കാറിനും ഈ ഡോർ സൈഡിലാണ് വരിക. അപ്പോൾ ഇതിൽ ഹെഡ് റെസ്റ്റ് ഉൾപ്പെടെ തൈ സപ്പോർട്ട് എല്ലാ കാര്യങ്ങളും, അതായത് സീറ്റ് വെന്റിലേഷൻ ഉൾപ്പെടെ അവൈലബിൾ ആണ്. അതായത് നമ്മളിപ്പോൾ നല്ല വെയിലത്തെ വണ്ടിയിൽ കയറുമ്പോൾ AC ഓൺ ചെയ്യാന്നുള്ളത് മാത്രമല്ല, സീറ്റിലടക്കം നമുക്ക് അതിൻ്റെ ഒരു എയർ കണ്ടീഷനിങ് വർക്ക് ചെയ്യുന്ന ഒരു മോഡലാണ് ഇത് വരുന്നത്. ലോക്ക് അൺലോക്ക്, പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഇലക്ട്രോണിക് മിറർ വരുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, ഇതിപ്പോൾ ഒരു ചെറിയൊരു 2 മിനിറ്റ് 3 മിനിറ്റ് യൂട്യൂബ് വീഡിയോ കൊണ്ട് നമുക്കത് തീർക്കാൻ പറ്റില്ല. ഇനി വേറൊരു അട്രാക്ഷനും കൂടി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡോർ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഇലക്ട്രിക്കലി സോഫ്റ്റ് ഡോർ ക്ലോസിങ് ടെക്നോളജിയും അന്ന് കാലത്ത്, അതായത് ഇത് ഏതാ കാലം എന്ന് ആലോചിക്കണം, 2009. എന്നാൽ ഇന്ന് 2009 നിന്ന് 2026 നിൽക്കുമ്പോൾ പോലും ഈ ഒരു സംഭവം ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വണ്ടീനെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ഓണർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്. പിന്നെ ഒരു അട്രാക്റ്റീവ് ആയിട്ടൊരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ പേജിൻ്റെ ഒരു പ്രത്യേകതയും പറയാം, നമ്മൾ കൂടുതൽ വണ്ടികളും 99% നമ്മുടെ ചാനൽ കാണുന്ന വണ്ടികളും പ്രൈവറ്റ് യൂസ് വണ്ടികളാണ്, അല്ലാണ്ട് ഇത് കച്ചവടത്തിന് മേടിക്കുന്നതല്ല. ഇതിൻ്റെ RC ഓണറെ നിങ്ങൾക്ക് നേരിട്ട് മീറ്റ് ചെയ്ത് വണ്ടി പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇവർ ഓൾമോസ്റ്റ് 3 വർഷമായിട്ട് ഈ വണ്ടി യൂസ് ചെയ്യണതാണ്. നേരത്തെ ഞാൻ പറഞ്ഞു 8 ലക്ഷം രൂപ മുടക്കിയിട്ട് വണ്ടി ഫുള്ള് ക്ലിയർ ചെയ്തതാണ്. ഇനി ഇൻറ്റീരിയറിലേക്ക് ബാക്ക് സീറ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ സീറ്റ്, ഈ ഇലക്ട്രിക്കൽ സീറ്റൊക്കെ എല്ലാം കണ്ടില്ലേ, പക്കയായിട്ട് വർക്കിംഗ് ആണ് കേട്ടോ വണ്ടിയുടെ. അപ്പോൾ ഇത്രയും വണ്ടി പഴക്കമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടും വണ്ടി ഇന്നും കാണിക്കണില്ല. ഇന്നും ആ ഒരു പുതുമയോട് കൂടെ തന്നെ വണ്ടീനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ സംഭവം എന്നുണ്ടെങ്കിൽ, പേഴ്സണൽ യൂസ് കാറാണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. കാരണം എന്താ അറിയോ, നമ്മൾ ഇപ്പോൾ കച്ചവടക്കാരുടെ വണ്ടി എന്നൊക്കെ പറയുമ്പോൾ അതിൽ ചില രീതിയിൽ ഉണ്ടാവുന്നത്, അവർ മേടിച്ചിട്ട് ചിലപ്പോൾ അവരൊന്നും അവരുടെ സ്വന്തം വണ്ടി ഇല്ലാത്തതുകൊണ്ട് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള പാർട്സ് ഇട്ടിട്ടോ അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടൊന്നും വണ്ടി പണിയില്ല. പക്ഷേ ഈ വണ്ടീനെ ഇതിൻ്റെ ഓണർ സ്നേഹിച്ചിട്ടാണ് 3 കൊല്ലം കൊണ്ടുനടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ, അവർ ഇതുമ്മക്ക് ചിലവാക്കുന്ന പൈസ എന്ന് പറയുന്നതൊക്കെ ബ്രാൻഡ് ന്യൂ ക്ലിയർ ആയിട്ടുള്ള പാർട്സുകൾ, ജെന്യുവിൻ ആയിട്ടുള്ള പാർട്സ് മാത്രം യൂസ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ എല്ലാ പണികളും ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മേടിച്ചിട്ട് ചെറിയ ചെറിയ പോളിഷിങ്ങോ ഇൻറ്റീരിയർ ക്ലീനിങ്ങോ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളും മാത്രമാണ് ഈ വണ്ടിക്ക് ചെയ്യാനുള്ളൂ. വേറെ മേജർ ആയിട്ടുള്ള ഫ്ലഡ്, ആക്സിഡൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും വണ്ടിക്ക് വന്നിട്ടില്ല. അത്രയും സെക്യൂരിറ്റിയും അത്രയും സേഫ്റ്റിയാണ് വണ്ടിയിൽ പോണവർക്കും. അപ്പോൾ നിങ്ങൾ ഒരു എസ് ക്ലാസ് ഓണർ ആവാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, അവിടുന്ന് ഒരു 5 ലാഖോ 4 ലാഖോ ചിലവാക്കി ഒരു മെയ്ബാക്കിൻ്റെ ഓണർ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ വെറും 10,90,000 രൂപ മാത്രം മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഇന്ന് അതിനുള്ളൊരു അവസരം. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സ് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഫോൺ വഴി നിങ്ങൾക്ക് പറഞ്ഞുതരാം, വാട്സാപ്പ് വഴി പറഞ്ഞുതരാം. ഇനി ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂർ രാമവർമ്മപുരത്ത് നിന്ന് ഒരു 4 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 3 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ വേഗം തന്നെ വിളിക്കുക. ഇപ്പോൾ തൃശ്ശൂർ ടൗണിൽ നിന്ന് വരാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 10 to 15 കിലോമീറ്റേഴ്സിനുള്ളിലാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് വന്ന് വണ്ടി കാണാനും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ചെയ്തുതരാം. ഇൻട്രസ്റ്റ് ആണെങ്കിൽ വേഗം വാട്സാപ്പ് ചെയ്യുക. അടുത്തൊരു പ്രീമിയം വണ്ടിയുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.